ഷെയ്ഖ് തമീം ബിൻ അൽത്താനി, അതായത് ഖത്തർ ഭരണാധികാരി, ഇസ്രായേൽ പ്രധാനമന്ത്രിയെ ബെഞ്ചമിൻ നെതന്യാഹു നേരിട്ട് വിളിച്ച് മാപ്പ് പറഞ്ഞു. ഇതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ വന്ന വാർത്ത. ശരിക്കും ട്രംപിന്റെ ഇടപെടൽ കൊണ്ട് ഈ പറയുന്ന ഖത്തർ ഭരണാധികാരിയോട് ഇസ്രായേൽ ഭരണാധികാരി മാപ്പ് പറഞ്ഞു. ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുന്നതാണോ അതോ അതിനപ്പുറത്തേക്ക് ചില നയതന്ത്ര നീക്കമാണോ? ഇത് ഇപ്പം പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് വിളിച്ചു എന്ന് തന്നെയാണ് നമുക്ക് വിശ്വസിക്കേണ്ടത്. അത് വൈറ്റ് ഹൗസിൽ വെച്ചാണ് ട്രംപ് ഫോൺ കറക്കി കൊടുത്തിട്ട് സംസാരിക്കാൻ പറഞ്ഞത്. സംസാരിക്കടേ എന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷെ അത് അങ്ങനെ പെട്ടെന്നൊരു തീരുമാനമൊന്നും ആയിരിക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതൊക്കെ വളരെ കൃത്യമായ ഒരു പ്ലാനിൻ്റെയും പദ്ധതിയുടെയും ഭാഗമായിട്ട് തന്നെയാണ്. ഇവിടെ ഇപ്പം ഒരാളോട്, ഒരു ഭരണാധികാരിയോടാവട്ടെ, ഒരു വ്യക്തിയോടാവട്ടെ, തങ്ങളൊരു തെറ്റ് ചെയ്താൽ അത് തെറ്റ് ചെയ്തിട്ടാണല്ലോ മാപ്പ് ചോദിക്കുന്നത്. ഖത്തറിനോട് തീർച്ചയായും ഇസ്രായേൽ തെറ്റ് ചെയ്തു എന്ന് പ്രത്യക്ഷത്തിൽ നമുക്ക് അത് തന്നെയാണ്, അങ്ങനെ തന്നെയാണ് കരുതേണ്ടത്. അവരുടെ പെർമിഷൻ ഇല്ലാതെ അവരുടെ രാജ്യത്ത് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നിൽക്കുന്ന ഒരു രാജ്യത്ത് കയറിയിട്ട് മറ്റൊരാളെ രക്ഷമിട്ട്, ഹമാസിന്റെ നേതാവിനെയാണ് രക്ഷമിട്ടെങ്കിലും അതിലൊരു നയതന്ത്ര ഉദ്യോഗസ്ഥനാണ് മരിച്ചത്. ആ ലക്ഷ്യം പ്രാപ്തമായുമില്ല. അപ്പോ ഇങ്ങനെ ഒരു സംഭവം നടന്നപ്പോൾ അത് മാപ്പ് പറയേണ്ട ഒന്ന് തന്നെയാണ്. ഒരു മാപ്പ് കൊണ്ട് തീരുന്നതല്ല ഒന്നും എന്ന് പറയുന്നതിനേക്കാൾ ഈ മാപ്പ് കൊണ്ട് മാത്രം തീരുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. എങ്കിലും ഈ മാപ്പിന് ചില പ്രത്യേകതകളുണ്ട്. കാര്യം അവിടെ അന്ന് ആ ആക്രമണം നടത്തുമ്പോൾ അപ്രതീക്ഷിതമായി നീക്കം, ഖത്തറിലെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ മരിക്കുമ്പോൾ സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് അന്താരാഷ്ട്ര നിയമങ്ങളനുസരിച്ച് അന്താരാഷ്ട്ര രാജ്യങ്ങൾ തമ്മിലുള്ള പരസ്പര ധാരണകൾ സംബന്ധിച്ച് അവിടെ വേറെ ചില കാര്യങ്ങൾ ഉരുണ്ടുകൂടുന്നുണ്ട്. അപ്പൊ അത് ഇങ്ങനെ എങ്ങോട്ട് ഏത് വഴിക്കാണ് സഞ്ചരിക്കുക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, ആർക്കും പറയാൻ പറ്റില്ല. അപ്പൊ അതിന്റെ ഗൗരവം കണക്കിലെടുത്ത് അമേരിക്ക ഇടപെട്ടതോടെയാണ് നെതന്യാഹു ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനിയുമായി, വലിയ നീണ്ട പേരാണ്, അപ്പൊ അൽ താനിയുമായിട്ട് ഫോണിൽ സംസാരിച്ചത്. വളരെ ശക്തനായിട്ടുള്ള ഒരു ഭരണാധികാരിയാണ്. മിഡിൽ ഈസ്റ്റിലും ഈ പ്രദേശങ്ങളിലും ഒക്കെ ഇന്ത്യയായിട്ട് വളരെ നല്ല റിലേഷൻഷിപ്പ് സൂക്ഷിക്കുന്ന ഒരു രാജ്യമാണ്. ഖത്തറാണ് എന്നും ഒരു മധ്യസ്ഥന്റെ റോളിൽ എപ്പോഴും നിലകൊള്ളുന്നത് ഖത്തറാണ്. അപ്പം അദ്ദേഹം പരമാധികാരവും സുരക്ഷയും ഇസ്രായേൽ മാനിക്കുന്നുവെന്നാണ് ഇസ്രായേൽ ഈ ഫോൺ സംഭാഷണത്തിൽ നെതന്യാഹു അദ്ദേഹത്തോട് പറഞ്ഞത്. അപ്പൊ ഇത് നെതന്യാഹുവിനെ പോലെ ഒരാൾ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ മൊസാദ് പോലുള്ള ഒരു അന്താരാഷ്ട്ര ചാരസംഘടനയിൽ, ലോകത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു സംഘടനയിൽ, ചാരസംഘടനയിൽ, തന്ത്രങ്ങളുടെ രാജാക്കന്മാർ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയിൽ ജോലി ചെയ്ത് അദ്ദേഹത്തിന്റെ കഴിവുകൾ തെളിയിച്ച അനുഭവ സമ്പത്തുമായിട്ട് അവിടെ കസേരയിരിക്കുന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചാൽ നടപ്പാക്കാൻ തുനിഞ്ഞിറങ്ങുന്ന ഒരാൾ കൂടിയാണ്. ഇതിന്റെ പിന്നിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നുകൂടി വരുമ്പോൾ നമ്മൾ യുദ്ധരംഗത്തെ നയതന്ത്രത്തെ വിശേഷിപ്പിക്കുന്നത്, അതിനെ അടിവരയിടുന്നത് പീരങ്കികൾക്കപ്പുറത്തെ വാക്കുകളുടെ പോരാട്ടമാണ്. പീരങ്കികൾക്ക് അപ്പുറത്തെ, ആയുധങ്ങൾക്കപ്പുറത്തെ വാക്കുകളുടെ പോരാട്ടം അപ്പോഴും ഉണ്ട്. അതാണ് യുദ്ധരംഗത്തെ നയതന്ത്രത്തെ കുറിച്ച് പറയുന്നത്. ഇത്തരത്തിലുള്ള യുദ്ധരംഗത്തെ നീക്കങ്ങളൊക്കെ നടക്കുമ്പോൾ ഇതിന് കാരണമാവുന്നത് അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾ കാരണമാകും. വലിയ ശക്തികൾ, അമേരിക്കയും റഷ്യയും ചൈനയും തുടങ്ങിയ രാജ്യങ്ങൾ മുന്നോട്ട് വന്നുകൊണ്ട് നേരിട്ട് പങ്കെടുക്കാതെ അവർ കളി കാണാൻ വേണ്ടി മാറി നിൽക്കുന്നവരാണെങ്കിൽ പോലും അവരുടെ സഹായങ്ങൾ നിർണായകമാണ്. അവർ സഹായിക്കുന്നുണ്ട്. വാക്കുകളെ കൊണ്ടും ഉപരോധങ്ങൾ കൊണ്ടും സാമ്പത്തിക സഹായങ്ങൾ, ആയുധ വിതരണങ്ങൾ, നാറ്റോ ഉക്രൈനെ സഹായിക്കുന്നത് പോലെ, മറ്റു രാജ്യങ്ങൾ സഹായിക്കുന്നത് പോലെ ഇവയിലൂടെ ഒക്കെ അവരുടെ യുദ്ധഗതിയെ സ്വാധീനിക്കുന്നുണ്ട്. ഈ രീതിയിൽ മധ്യസ്ഥരുടെ പങ്ക് ചിലപ്പോഴൊക്കെ UN കാര്യമൊന്നുമില്ല. ഇപ്പോൾ UN ഇങ്ങനെ ഒരു പ്രഹസനം മാത്രമായിട്ട് മാറിയിരിക്കുന്നു. തുർക്കിയും ഖത്തറും എന്നും മധ്യസ്ഥ സ്ഥാനത്തുള്ളതാണ്, പ്രത്യേകിച്ച് ഖത്തർ. അപ്പോൾ ഈ രാജ്യങ്ങൾ, സംഘടനകളും ശാന്തി ദൂതന്മാരായിട്ട് വന്നെത്തുമ്പോൾ വെടിനിർത്തൽ നടപ്പാക്കുകയും തടവുകാരെ കൈമാറ്റുകയും ചെയ്യുകയും, തടവുകാരെ ഇപ്പോഴും കൈമാറ്റം പൂർണ്ണമായും നടന്നിട്ടില്ല. ഹമാസിന്റെ ആളുകൾ ഇപ്പോഴും, ഹമാസിന്റെ കയ്യിൽ ഇസ്രായേലുകൾ തടവുകാരായി കഴിയുന്നു എന്നുള്ളതാണ് ആ രാജ്യത്തെ സംബന്ധിച്ച് അതൊരു വലിയ വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. അവശ്യ സാധനങ്ങൾ എത്തിക്കുക തുടങ്ങിയ ശാന്തി നടപടികൾ കൈകാര്യം ചെയ്യുന്നവരാണ് മധ്യസ്ഥർ എന്ന് പറയുന്നത്. പിന്നെ സഖ്യങ്ങളും വൈരങ്ങളുമാണ്. എങ്ങനെയാണ് യുദ്ധമുഖത്ത് പുതിയ കൂട്ടുകക്ഷികൾ രൂപം കൊള്ളും. യുദ്ധമുണ്ടാവുമ്പോൾ ഒരു പക്ഷത്തെ സഹായിക്കാനായി കുറച്ച് ആളുകൾ വരും, മറുപക്ഷത്തെ സഹായിക്കാനായി സ്വാഭാവികമായും മറുപക്ഷത്തെ ചേരികൾ വരുമ്പോൾ ലോകത്ത് ശാക്തിക ചേരികൾ പുതുതായി ഉണ്ടാവും. ജിയോ പൊളിറ്റിക്സിൽ നമ്മളിന്ന് കാണുന്ന പുതിയ ശാക്തിക ചേരികൾ, ഇന്ത്യയും ചൈനയും തമ്മിൽ നല്ല ബന്ധത്തിലായിരുന്നില്ല. ഇന്നത് പുതിയൊരു ശാക്തിക ചേരിയായിട്ട് റഷ്യയും ഇന്ത്യയും ഇന്ത്യയും ചൈനയും റഷ്യയും ചേരുന്ന ഒരു അച്ചുതണ്ടായിട്ട് രൂപാന്തരപ്പെടുന്നു എന്ന് പറയുന്ന ഒരു സംഖ്യയുണ്ട്. വൈരങ്ങളും സഖ്യങ്ങളും ഉണ്ടാവുന്നു. ജനമനസ്സിന്റെ നയതന്ത്രം, മാസീവായിട്ടുള്ള പബ്ലിക് നയതന്ത്രമുണ്ട്.
അതൊരു പുതിയ കാര്യമാണ്, പഴയ കാര്യമാണ്. കേവലം പോരാട്ടത്തിനപ്പുറം നടക്കുന്ന സോഫ്റ്റ് ആയുധങ്ങളാണ് പ്രചാരണങ്ങൾ എന്ന് പറയുന്നത്. യുദ്ധത്തിന് അനുകൂലവും പ്രതികൂലമായിട്ടുള്ള പ്രചാരണങ്ങളുണ്ട്. സോഷ്യൽ മീഡിയ, മാധ്യമങ്ങൾ, സന്ദേശങ്ങൾ, അന്താരാഷ്ട്ര കോടതികളിലെ പരാതികൾ. അത്തരം പോകുന്ന പരാതികളെ തുടർന്നാണ് അന്താരാഷ്ട്ര കോടതിയിൽ ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരായിട്ട് അറസ്റ്റ് വാറണ്ട് വന്നത്. പല രാജ്യങ്ങളിൽ വിലക്കുണ്ടായത്. പരാതി കൊടുക്കുന്നുണ്ട് ആളുകൾ അന്താരാഷ്ട്ര കോടതികൾ. ഇതിലൊക്കെ സൗകര്യങ്ങളുണ്ട്. ഇതൊക്കെ വലിയ ജനമനസ്സിന്റെ നയതന്ത്രം എന്നാണ് അതിന് പറയുന്നത്. ജനത്തിനതിനെ നിയന്ത്രിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ സ്വാതന്ത്ര്യം നമ്മളെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങൾക്ക് എതിരായി നമ്മുടെ രാഷ്ട്രീയ നിലപാടിൽ നിന്ന് നമ്മൾ പ്രതികരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ നടത്തുന്നത് അത്തരത്തിലുള്ള പ്രതിഷേധമാണ്. നമ്മളിപ്പോൾ നടത്തുന്ന അത്തരത്തിലുള്ള നയതന്ത്രമാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മളെ രാഷ്ട്രീയം നമ്മൾ പറയുന്നുണ്ടല്ലോ. സിനിജിയുടെ രാഷ്ട്രീയം സിനിജി പറയുമ്പോൾ ഞാൻ എൻ്റെ രാഷ്ട്രീയം പറയുന്നുണ്ട്. അപ്പൊ അത് നേരിന് നേരെ ആയിരിക്കണം, നേരിനോടൊപ്പമായിരിക്കണം എന്നുള്ളതാണ് നമ്മളെ ഒരു ഇത് വേണ്ടത്. അപ്പൊ ഇതിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ യുദ്ധം എന്നത് ഒറ്റപ്പെട്ട ഒരു പ്രതിഭാസമൊന്നുമല്ല. എണ്ണയും പ്രകൃതിവാദവും കടൽപാതകളും അതിർത്തികളും തന്ത്രപ്രധാനമായ വിഭവങ്ങൾ യുദ്ധ രംഗത്ത് വലിയ പ്രാധാന്യമുണ്ട്. അപ്പൊ ഈ വിഭവങ്ങളെ ചുറ്റിപ്പറ്റിയാണ് പലപ്പോഴും കച്ചവടത്തെ ചുറ്റിപ്പറ്റിയാണ് നയതന്ത്രങ്ങൾ എപ്പോഴും നടക്കുന്നത് എന്ന് കാണുന്നുണ്ട്. അപ്പം ഒരു വിരോധാഭാസം എന്താണെന്ന് വെച്ചാല്, ഒരു വശത്ത് ശാന്തിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ യുദ്ധവും സമാധാനവും ഇങ്ങനെ വിറ്റുകൊണ്ടിരിക്കുക. ആദ്യം യുദ്ധം വരും, പിന്നെ സമാധാനത്തിന് ദൂതന്മാരായിട്ട് വരും. ഇങ്ങനെയാണ് നമ്മളൊരു വിരോധാഭാസം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു വലിയ, ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഒരു ഭയങ്കര സവിശേഷതയായിട്ട്, ഭയങ്കരമായിട്ടുള്ള ഒരു ക്രൂരതയായിട്ട് ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ സൻസു, ലോകത്തിലെ ഏറ്റവും യുദ്ധകലയെക്കുറിച്ച് പുസ്തകം എഴുതിയ സൻസു, ആർട്ട് ഓഫ് വാറിനെ കുറിച്ച് പറഞ്ഞ സൻസു പറയുന്നത് എന്താണെന്നറിയോ? യുദ്ധവും നയതന്ത്രത്തെ അദ്ദേഹം നിഴൽ യുദ്ധം, പ്രോക്സി വാർ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ സൻസുവിന്റെ വിഖ്യാതമായ കൃതിയിലൂടെ അദ്ദേഹം പറയുന്നത് രാഷ്ട്രീയപരമായ യുദ്ധക്കളത്തിന് പുറത്തുള്ള ബുദ്ധിപരമായ തന്ത്രപരമായ നീക്കങ്ങളെ കുറിച്ചാണ് അദ്ദേഹം പ്രധാനമായിട്ടും സംസാരിക്കുന്നത്. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പുള്ള കളിയാണ് യഥാർത്ഥ വിജയം. യുദ്ധം നടക്കുന്നതിന് മുമ്പാണ് യഥാർത്ഥ കളി വിജയം എന്ന് പറയുന്നത്. ഇവിടെ യുദ്ധം തുടങ്ങി, യുദ്ധം മുന്നോട്ട് പോകാനായിട്ടുള്ള കാര്യങ്ങൾ നിർത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നയം, തന്ത്രം, അവിടെയാണ് നയതന്ത്രം ആണോ എന്ന് നമ്മൾ സംശയിച്ചു പോകുന്നത്. അപ്പൊ പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്താണെന്ന് വെച്ചാൽ, യുദ്ധം അവസാന മാർഗമാണെന്ന് സൻസു പറയുമ്പോൾ സൈന്യങ്ങളെ അണിനിർത്തി വിജയം നേടുന്നതാണ് ഏറ്റവും മികച്ച രീതി എന്ന് പറയുമ്പോൾ ഇതിന്റെ അർത്ഥം കൂട്ടുകെട്ടുകളിലൂടെയും സമ്മർദ്ദങ്ങളുടെയും അഭിപ്രായ സമന്വയങ്ങളിലൂടെയും ചർച്ചകളിലൂടെ മധ്യസ്ഥന്റെ റോളിൽ ഉള്ള ഖത്തറിനെ പോലുള്ള ആളുകളുടെ സമന്വയങ്ങളിലൂടെ എതിരാളികൾ കീഴ്പ്പെടുത്തുക എന്നതാണ്. ഇത് ആധുനിക നയതന്ത്രത്തിന്റെ അടിസ്ഥാന തത്വമായിട്ട് വരുമ്പോൾ എതിരാളികളുടെ സഖ്യങ്ങളെ തകർക്കുക എന്ന രീതിയുമുണ്ട്. അപ്പോൾ അത് വഞ്ചനയും സൂക്ഷ്മ നീക്കങ്ങളും, യുദ്ധത്തിന്റെ മുഴുവൻ അടിസ്ഥാനവും വഞ്ചനയാണെന്ന് അദ്ദേഹം പറയുന്നത്. യുദ്ധത്തിന്റെ അടിസ്ഥാന നീക്കം സൻസുവാ പറയുന്നത്. നമ്മളെ ഈ കണ്ണിൽ മുളക് പൊടി ഇടുന്ന പരിപാടിയില്ലേ, ആളുകളെ വീഴ്ത്താൻ വേണ്ടിയിട്ട്, അതുവരെ അദ്ദേഹം നിർമ്മിച്ച സാധനങ്ങളാ. യുദ്ധത്തിന് ആക്രമണങ്ങൾക്കുള്ള നാടൻ പ്രയോഗങ്ങളായിട്ട് അദ്ദേഹത്തിന്റെ പുസ്തകം വായിച്ചത് മനസ്സിലാവും. അപ്പോൾ വഞ്ചനയാണ് എന്ന് പറയുമ്പോൾ ഈ നയതന്ത്രത്തിൽ അത് വ്യക്തമായി കാണുമ്പോൾ പുറത്തേക്ക് സമാധാന സന്ദേശം നൽകിക്കൊണ്ട് ഉള്ളിൽ മറ്റൊരു പദ്ധതി നടപ്പാക്കുകയോ തന്ത്രപരമായ നീക്കം നടത്തുകയോ ചെയ്യുക എന്നത് ഇവിടെ കാണുമ്പോൾ സൻസു പറഞ്ഞതിന്റെ പൊരുള് ഇതാണ്: യുദ്ധക്കളത്തിലെ പോരാട്ടം ഏറ്റവും അവസാനത്തെ ഘട്ടം മാത്രമാണ്. അതിനു മുമ്പ് നടക്കുന്നതെല്ലാം ബുദ്ധി കൊണ്ടും തന്ത്രം കൊണ്ടും ഉള്ള കളിയാണ് എന്നാണ്. ഇവിടെ ഒരു കളി ഉണ്ടോ എന്ന് തോന്നും, നമുക്കിങ്ങനെ തോന്നും, ഒരു കളി ഉണ്ടോ. അപ്പൊ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ നയതന്ത്രവും ചാരപ്രവൃത്തിയും സാമ്പത്തിക സമ്മർദ്ദവും കൂട്ടുകെട്ടുകളുടെ രാഷ്ട്രീയവും ഇവയെല്ലാം ചേർന്നതാണ് യഥാർത്ഥ യുദ്ധത്തിന്റെ പകുതിയിലധികവും ഭാഗങ്ങളും. ഇതിന്റെ ഏതാണ്ട് സിംഹഭാഗവും ഇതെല്ലാം ചേർന്നതാണ്. പീരങ്കികൾ സംസാരിക്കും മുമ്പേ വാക്കുകളും പേനുകളും വിജയങ്ങളെ തീരുമാനിക്കും. അപ്പൊ നയത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട്. അപ്പൊ ഈ അമേരിക്കൻ ഇടപെടൽ, ഈ പ്രതിസന്ധിയിൽ അമേരിക്കയുടെ ഒരു ഇടപെടൽ എന്ന് വെച്ചാൽ ദോഹ ആക്രമണം അന്താരാഷ്ട്ര തലത്തിൽ അതിശക്തമായ പ്രതിഷേധം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ പ്രതിഷേധത്തെ തുടർന്ന് അത് ക്ഷണിച്ചു വരുത്തിയതാണ്. ഗാസയിലെ സമാധാന ചർച്ചകളിൽ ദീർഘകാലമായി നിർണായകമായ ഇടനിലക്കാരന്റെ പങ്ക് വഹിക്കുന്ന രാജ്യമാണല്ലോ ഖത്തർ. അപ്പൊ ആ ഖത്തറിനെ അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു ആക്രമണം സമാധാന ചർച്ചകൾക്കും സൗഹൃദങ്ങൾക്കും ബന്ധങ്ങൾക്കും നേരിട്ട തിരിച്ചടിയായിട്ടാണ് അമേരിക്ക ഇതിനെ കണക്കാക്കുന്നത്. ഗൾഫ് മേഖലയിലെ സ്ഥിരത അത് തകർക്കാതിരിക്കാൻ അമേരിക്ക ഈ വിഷയത്തിൽ അതിവേഗം ഇടപെടുകയും
ഇരു രാജ്യങ്ങൾക്കിടയിലുള്ള സംഘർഷം ശമിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഈ മാപ്പിന് പിന്നിലെ മിഡിൽ ഈസ്റ്റിലെ പ്രതികരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇസ്രായേലിന്റെ മാപ്പ് പറച്ചിലിൽ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾ ഒരുപാട് പേര് അതിന് അനുകൂലമായിട്ട് ഖത്തറിന്റെ ഡിപ്ലോമാറ്റിക് ശക്തി അന്താരാഷ്ട്ര തലത്തിൽ വർദ്ധിപ്പിക്കുന്ന ഒരു സംഭവമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ഇപ്പോൾ സൗദി അറേബ്യയും UAE-യും ജോർദാൻ പോലുള്ള രാജ്യങ്ങളും മൗനം പാലിച്ച് സസൂക്ഷ്മം നോക്കുകയാണ് ഇതെങ്ങനെയാണ് എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അവർക്ക് ഈ കാര്യത്തിൽ കൃത്യമായ നിലപാടൊക്കെ ഉണ്ട്. അതേസമയം ഇസ്രായേലിന്റെ പ്രതിച്ഛായ വർഷങ്ങളായി കടുത്ത നടപടികൾ മാത്രം സ്വീകരിച്ചിരുന്ന ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. എടുത്ത തീരുമാനങ്ങൾ ഒരു അറബ് രാഷ്ട്രത്തോട് പരസ്യമായി മാപ്പ് പറയേണ്ടി വന്നത് ഒരു രാഷ്ട്രീയപരമായ ഒരു വഴിത്തിരിവായിട്ട് ആളുകൾ കാണുന്നുണ്ട്. ഇതുവരെ അവർ അങ്ങനത്തെ പരിപാടിയൊന്നും ചെയ്തിട്ടില്ല. ആരോടും മാപ്പ് പറയാതെ ചെയ്യാൻ തീരുമാനിച്ച കാര്യങ്ങൾ നടപ്പാക്കുന്ന ആളുകൾ എന്ന നിലയ്ക്ക് അമേരിക്കയുടെ സ്വാധീനം ഈ സംഭാഷണത്തിൽ അമേരിക്ക ഇടനിലക്കാരായി പ്രവർത്തിച്ചത് ഭാവിയിൽ ഗൾഫ് മേഖലയിലൂടെ സമാധാന ചർച്ചകളിലും നയതന്ത്ര നീക്കങ്ങളിലും അവരുടെ നിയന്ത്രണവും സ്വാധീനവും ഉയരാനുള്ള സാധ്യതയുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. ദോഹയിലെ ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ ഖത്തറിനോട് മാപ്പ് പറയേണ്ടി വന്നത് മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയത്തിൽ പുതിയ വഴിത്തിരിവ് അടയാളപ്പെടുത്തുന്നുണ്ട്. ഇത് ഖത്തറിന് കൂടുതൽ പ്രധാനപ്പെട്ട സമാധാന ഇടനിലക്കാരായി വീണ്ടും ഉയർത്തും. ഇടയ്ക്കൊന്നും നമുക്കൊരു തിരിച്ചടി പോലെയായി തോന്നിയിരുന്നു. ഖത്തറിന് നേരെ ആക്രമണം നടന്നപ്പോൾ, ഹമാസിന് നേരെ ആക്രമണം നടന്നപ്പോൾ ഇനി ഖത്തറിന് റോളില്ലേ എന്ന് തോന്നിയിരുന്നു. ആ നിലപാടൊന്ന് ഉയർത്തിയിട്ട് അറബ് രാജ്യങ്ങൾക്കിടയിൽ പുതിയ ഐക്യത്തിന് ശക്തമായ ചർച്ചകൾക്കുള്ള സാധ്യതകൾ ഇത് സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ മാപ്പ് വെറുമൊരു മാപ്പല്ല, കുന്നംകുളം മാപ്പല്ല, ഇതൊരു വലിയ മാപ്പ് തന്നെയാണ് എന്ന് എനിക്ക് തോന്നുന്നത്. സെനിജിക്ക് എന്താ തോന്നുന്നത്? ശരിക്കും പറഞ്ഞാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ഈ ഖത്തറിനോട് മാപ്പ് ചോദിച്ചു നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ചിലപ്പോൾ ഈ ഖത്തറിലെ ഒരു സൈനിക ഉദ്യോഗസ്ഥൻ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. അപ്പോൾ ആ ആക്രമണത്തിൽ അയാൾ കൊല്ലപ്പെട്ടതിൽ ഞങ്ങൾക്ക് ഖേദമുണ്ട്, അങ്ങനെയാണ് പറയുന്നത്. അതിനെ പെട്ടെന്ന് മാപ്പ് എന്ന് പറയുന്ന രീതിയിലേക്ക് ഇൻ്റർപ്രറ്റ് ചെയ്തതായിരിക്കാം, ഒരു പക്ഷേ മീഡിയകളുടെ ഒരു താല്പര്യമായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ഖത്തറിൻ്റെ അടുത്ത് ഞങ്ങൾ മാപ്പ് പറയേണ്ട കാര്യമില്ല. മാത്രമല്ല ട്രംപിൻ്റെ ആവശ്യം ഇങ്ങനെ പറയണമെന്നാണെങ്കിൽ ഞാൻ മാപ്പൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ നമ്മൾ ചെയ്തതിനകത്ത് തെറ്റുപറ്റി ഒരു ചെറിയ ഖേദം പ്രകടിപ്പിക്കുക ആ രീതിയിലാണെങ്കിലോ അപ്പോൾ നയതന്ത്രപരമായ രീതിയിൽ മുന്നോട്ട് പോകുന്നു. കാരണം ഖത്തറിന് ഒന്നൊരു ആവശ്യമുണ്ട്. കാരണം ഖത്തർ എപ്പോഴും ഒരു മധ്യസ്ഥൻ്റെ റോൾ വഹിക്കുന്നതാണ്. ഈ മധ്യസ്ഥൻ്റെ റോൾ വഹിക്കുന്ന ഖത്തറിനെ തന്നെ ഇസ്രായേൽ ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ അറബ് രാജ്യങ്ങൾക്ക് മുമ്പിൽ മാത്രമല്ല ലോകത്തിന് മുമ്പിലും അവരുടെ പ്രതിച്ഛായക്ക് വലിയ മങ്ങലേക്കും. അപ്പോൾ അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇടപെടൽ വേണം. അതുകൊണ്ട് ഇപ്പോൾ ഖത്തറാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഒരു വിമാന സമ്മാനം നൽകുന്നത്. അപ്പോൾ ആ ഖത്തറും അമേരിക്കയും തമ്മിലുള്ള ബന്ധം നമുക്ക് ഊഹിക്കാം. അപ്പോൾ അതുകൊണ്ട് ഖത്തറിന് വലിയ ക്ഷതം ഏൽക്കാതിരിക്കാൻ ഇസ്രായേലിനെ ഒന്ന് മയപ്പെടുത്തി അവരുമായിട്ടുള്ള ഒരു സന്ധി സംഭാഷണമായിരിക്കും. ഇനി നാളെയും ഇത്തരം ഒത്തുതീർപ്പ് ചർച്ച വരുമ്പോൾ ഖത്തർ തന്നെ മീഡിയേറ്റർ ആയിക്കോട്ടെ. കാരണം ഖത്തർ പണ്ട് പോലെ പറഞ്ഞിട്ടുണ്ട്, ലോക രാജ്യങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരു മധ്യസ്ഥന്റെ റോള് വഹിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അതുകൊണ്ടാണ് പല രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിലും ഈ ഖത്തർ ഇടപെടുന്നത്. അല്ലാതെ അവരുടെ ഒരു നയതന്ത്ര നീക്കം ശക്തമായതുകൊണ്ടല്ല, അവർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ വരാൻ തയ്യാറാണ്. ഇവിടെ ട്രംപിന് ഖത്തറിനെ സഹായിക്കേണ്ട ചില ആവശ്യങ്ങളുള്ളതുകൊണ്ട് നെതന്യാഹു ഇത്തരം ഒരു നീക്കം നടത്തുന്നു. അപ്പം ഇവിടെയും നമുക്ക് തുറന്നു കാണിക്കപ്പെടുന്നത് നയതന്ത്രം ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എല്ലാ രാജ്യങ്ങളും ശ്രമിക്കുന്നു. അങ്ങനെയല്ലേ വിലയിരുത്തുന്നത്? എന്തായാലും ഒരു വാക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. മാപ്പ് എന്ന വാക്ക് അത് പറഞ്ഞു പോയത് ചെയ്തു പോയ തെറ്റിന്റെ പേരിലാണെങ്കിലും ഞങ്ങൾ ഇങ്ങനെയല്ല ഇതിനല്ല ഞങ്ങൾ മാപ്പ് പറഞ്ഞതെന്നാണെങ്കിലും പിന്നീട് മാറ്റി പറയേണ്ടി വന്നാലും ഇപ്പോൾ ഈ മാപ്പ് ഒരു ചെറിയ സമാധാനത്തിന് കാരണമാകാൻ സാധ്യതയുണ്ട്. എന്തായാലും ഇസ്രായേലിൻ്റെ ഒരു വലിയ വിജയം ആയിട്ട് ഇതിന് കാണാം. ഖത്തറിൻ്റെ വലിയൊരു വിജയമായിട്ട് കാണാം. മാപ്പ് പറയുന്നവൻ തെറ്റേറ്റ് പറയുന്നവൻ എന്തായാലും അത്ര മോശക്കാരനൊന്നുമില്ല. അത് പറയാനും ചങ്കുറ്റം വേണം. അത് വലിയ കാര്യമാണ് അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ അതൊരു വലിയൊരു സന്തോഷമായ വാർത്തയായിട്ട് നമുക്ക് കാണാം എന്നാണ്. പക്ഷെ ഇത് പിന്നെ ഇങ്ങനെ ഉണ്ടെങ്കിലും ഖത്തർ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. ഇനി ഖത്തറിന്റെ പ്രതികരണം വരണം അല്ലേ? മറ്റ് ആളുകളൊക്കെ ഇതിനെക്കുറിച്ച് പ്രതികരിക്കണം. എന്നാലും സമാധാനം തന്നെയാണ് അന്തിമമായ ലക്ഷ്യം. യുദ്ധവും സമാധാനവും വിൽക്കപ്പെടുന്ന കാലത്ത് നമുക്ക് എത്രയൊന്നും പ്രതീക്ഷിക്കാൻ സാധ്യതയില്ല അല്ലേ? അതെ, എന്തായാലും സമാധാനം പുലരട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.